ധൃതിയല്ലേ? നിനക്ക് പോലും തോന്നി തുടങ്ങിയിട്ടുണ്ട് ഉണ്ണി ഇനി നിനക്ക് തിരിച്ചു കിട്ടില്ലെന്ന്. അങ്ങനെയൊക്കെ തോന്നിപ്പോയാലും അത് വേറെ ആരുടെയും കുറ്റം കൊണ്ടൊന്നും അല്ലല്ലോ. ഒക്കെ ഉണ്ണിയേട്ടൻ തന്നെ വരുത്തി വെക്കുന്നല്ലേ. എന്റെ ഭാഗത്തും കുറച്ചൊക്കെ തെറ്റുണ്ട്, അത് സമ്മതിക്കാം, അത്ര മതി. തെറ്റുണ്ടെന്ന് ബോധ്യമായെങ്കില് പിന്നെന്താ, തിരുത്തിക്കൂടെ? ചോദിക്കാൻ എളുപ്പം കഴിഞ്ഞു. നിനക്കറിയില്ല രാധേ, ഒരു വല്ലാത്ത സെറ്റപ്പിലാണ് ഞാൻ ചെന്ന് പെട്ടിരിക്കുന്നത്. ഒരിക്കൽ പെട്ടുപോയാൽ പിന്നെ വിചാരിക്കുമ്പോ തിരിച്ചു വരാൻ പറ്റിയെന്ന് വരില്ല. ഈ ബഹളമൊക്കെ ഉണ്ടാക്കുന്നത് വേറെ ആർക്കോ വേണ്ടിയാണെന്ന് തോന്നി തുടങ്ങിയിരിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങൾ. ഒരു ഉപകരണമായിട്ട് ഇങ്ങനെ നിന്നു കൊടുക്കാൻ ഇനി വയ്യ, മടുത്തു, മതിയേ. ഇനിയെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു പോന്നൂടെ? തിരിച്ചവിടെ ഒന്ന് കയറുമ്പോ ഇറങ്ങിപ്പോന്ന് പറയില്ല എന്ന് ഉറപ്പുണ്ടോ നിനക്ക്? അച്ഛൻ അതൊക്കെ എന്നേ പുറത്തു കഴിഞ്ഞു. വരാം. ഒക്കിൽ ജീവനുണ്ടെങ്കിൽ നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഉണ്ണികൃഷ്ണൻ തറവാട്ടിൽ തിരിച്ചെത്തും, തീർച്ച. ഹരിയേട്ടൻ ലീവിൽ വരുന്നെന്ന് അറിഞ്ഞപ്പോ തന്നെ മനസ്സ് മാറിയതാ ഉണ്ണിയേട്ടന്. മരിക്കാൻ തീരുമാനിച്ചാണെന്ന് പോയതെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോരാമെന്ന് ഉണ്ണിയേട്ടൻ എനിക്ക് വാക്ക് തരില്ലായിരുന്നു. എന്നെ വെറുതെ മോഹിപ്പിക്കില്ലായിരുന്നു. ആരാ? ഞാൻ ഹരികൃഷ്ണൻ, ഉണ്ണികൃഷ്ണ ബ്രാറ. ആ, വരണം, ഇരിക്കണം. എന്താ വിശേഷിച്ച്? ഉണ്ണിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു എന്നറിഞ്ഞു. അതിന് നന്ദി പറയാമെന്നാണോ? അതോ വല്ല സമ്മാനം തരാനോ? വേണ്ട. തന്നെത്താൻ കത്തിച്ചാവാൻ ഇറങ്ങിയവനെ രക്ഷിക്കാൻ ചാടിയതിന് സർക്കാർ തന്നെ തക്കതായ പാരിതോഷികം തന്നു കഴിഞ്ഞു. ഈ പാവം IPS പ്രൊബേഷണർക്ക് സസ്പെൻഷൻ. ഞാൻ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ മിസ്റ്റർ. തലപ്പത്തിരിക്കുന്നവന്റെ ഒന്നും ഒരു പൂട പോലും ഒരുത്തനും തൊട്ടില്ല. നിങ്ങളുടെ അനിയൻ കാണിച്ച തലവഴിക്ക് ഇപ്പൊ ശിക്ഷ അനുഭവിക്കുന്നത് ഞാനും താഴെയുള്ള 5-6 പോലീസുകാരുമാണ്. രാഷ്ട്രീയക്കാര് പന്തവും പടക്കവും കുറുവടിയെ കൊടുത്ത് പിള്ളേരെ കടത്തിലോട്ട് ഇറക്കി വിടും. എന്നിട്ട് കരക്കിരുന്ന് രസിക്കും. തമ്മി തല്ലാനും തന്നെത്താൻ ചാവാനും നടന്നവനെയൊക്കെ രക്ഷപ്പെടുത്താമായിരുന്നില്ലെന്നാ ഇപ്പൊ എൻക്വയറി കമ്മീഷന്റെ ചോദ്യം. രക്ഷിക്കാൻ ഞാനാരാ? മിശികായോ? നിങ്ങൾക്കറിയോ, നിന്ന് കത്തുന്നവനെ ചാടി പിടിക്കാൻ പോയിട്ടും എന്റെ തടി ഇങ്ങനെ മിച്ചം കിട്ടിയത് അപ്പച്ചനും അമ്മച്ചിയും നിത്യവും കുരിശുപള്ളി പോയി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ടാ. മടുത്തു. എന്തിനാ ഇങ്ങനെ സർക്കാരിനെ സേവിക്കുന്നത്? എന്റെ അപ്പനും പോലീസുകാരനായിരുന്നു. ഒരുത്തന്റെ നക്കാപ്പിച്ച വാങ്ങിക്കാത്ത നല്ല ഒന്നാന്തരം പോലീസ്. എന്നിട്ടെന്താ, 7 മൂത്ത് SI ആയി സർവീസിൽ നിന്ന് ഇറങ്ങിയപ്പോ മിച്ചം കിട്ടിയ എന്തോന്നറിയണോ? ഓലക്കേടെ മൂടാ. ഒടുക്കം വയസ്സാം കാലത്ത് പറമ്പി തൂമ്പാക്കായി പിടിച്ചിട്ടാ അങ്ങേര് എന്നെ പഠിപ്പിച്ച് നിലയിലാക്കിയത്. അയ്യോ, ഇതൊന്നും കണ്ട് പേടിക്കണ്ട, എന്റെ തന്നെ. IPS കിട്ടി തലസ്ഥാനത്ത് പോസ്റ്റിംഗ് ആണെന്ന് അറിഞ്ഞപ്പോ തൊടുപുഴക്കാരനൊരു റബ്ബർ ചായൻ താക്കോലെടുത്ത് മടിയിലോട്ട് ഇട്ട് തന്നു. കയറി താമസിച്ചോളാൻ. കെട്ടിക്കാൻ പ്രായത്തിനൊരു മകള് നിപ്പുണ്ട്. അതിയാനേ സോറി, ഞാൻ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്തു. ഒന്നുമില്ലാന്ന്, വെറുതെ വേലിയെ കിടന്നെടുത്ത് വേണ്ടാത്തടത്ത് വെച്ചല്ലോ എന്നുള്ള അരിശം കൊണ്ട് പറഞ്ഞു പോയതാ. അല്ല, നിങ്ങളോട് ചൂടായൊന്നുമല്ല. ഇരിക്കെ. ദണ്ണം വന്നാ പിന്നെ തൊപ്പിയും നക്ഷത്രം ഒന്നും നോക്കുകയില്ല. നല്ല നാടൻ ഭാഷയില് ആരെങ്കിലും 4 തെറി പറഞ്ഞാലേ എന്റെ നാക്ക് താഴും. അപ്പന്റെ വാങ്ങലാന്ന് വെച്ചു. നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയില് ഞാൻ ഇങ്ങനൊന്നും പറയാൻ പാടില്ലാത്ത ഒരു മോള്. വേണ്ട, താങ്ക്സ്. ഉണ്ണിയെക്കുറിച്ച് അവൻ സ്വയം അത് ചെയ്തു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതിന്റെ പിന്നിൽ വേറെന്തൊക്കെയോ ഉണ്ടെന്ന് വെറുതെ മനസ്സ് പറയുന്നു. സംഭവം നടക്കുമ്പോ ഏറ്റവും അടുത്തുണ്ടായിരുന്ന ആളായതുകൊണ്ട് ഒന്ന് സംസാരിക്കാമെന്ന് കരുതി. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ. തീ കത്തിപ്പിടിക്കുമ്പോഴേ ഞാൻ കണ്ടുള്ളൂ. എന്നാലും അയാൾ സ്വയം തീ വെച്ചാണെന്ന് തന്നെയാ എന്റെ വിശ്വാസം. മറിച്ചെന്തെങ്കിലും സംഭവിച്ചു എന്ന് ചിന്തിക്കാൻ ക്ലൂ ഒന്നുമില്ല. പിന്നെ വല്ലാത്തൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണിത്. നിങ്ങളോടായാലും ശരി, ചാടിക്കേറി എന്തെങ്കിലും വ്യക്തിപരമായ അഭിപ്രായം പറയുന്നത് ശരിയല്ല.
നിങ്ങളുടെ ഈ സംശയത്തിന് തെളിവുകൾ എന്തെങ്കിലും കിട്ടിയാൽ കം ടു മീ. സസ്പെൻഷനിലാണെങ്കിലും ഐ മേ ബി ഏബിൾ ടു ഹെൽപ്പ് യു. താങ്ക് യു. ഹരീഷൻ, ഞാനിപ്പോ കളത്തിന് പുറത്തായതുകൊണ്ട് കേസിന്റെ പ്രോഗ്രസിനെ കുറിച്ചൊന്നും അറിയില്ല. നിങ്ങൾ പറ്റുമെങ്കിൽ കമ്മീഷൻ ഒന്ന് കണ്ടു നോക്കൂ. ഹി ഹാസ് മോർ ഡീറ്റെയിൽ. എന്തു ചെയ്യാം? ഓരോരുത്തരും മുതലെടുപ്പ് നടത്തി നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതായിരിക്കുന്നു. ടെറിബിൾ. ഗവൺമെന്റ് ലെവലിൽ അന്വേഷണം നടക്കുന്നുണ്ട്. റിപ്പോർട്ട് വരട്ടെ. സംഭവത്തിന് ഉത്തരവാദികൾ ആരെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ തീർച്ചയായും നടപടി ഉണ്ടാവും. ഈ ഘട്ടത്തിൽ വേറൊരു ഉറപ്പും തരാൻ എനിക്ക് കഴിയില്ലല്ലോ. നമസ്കാരം. വരൂ. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇരിക്കൂ. എന്നാ ഉദ്ഘാടനം? 10-ാം തീയതിയാണ്. കെട്ടിടം ബഹുവിശേഷമാണെന്ന് കേട്ടു. എല്ലാം സാറിന്റെ അനുഗ്രഹം. വേറെ ആരൊക്കെയുണ്ട്? ജേർണലിസ്റ്റ് ആവുമ്പോ ഒരു ദോഷമുണ്ട്. തൊട്ടു മുമ്പിൽ ഒരാൾക്ക് അപകടം പറ്റുന്നത് കണ്ടാലും അയാളെ രക്ഷപ്പെടുത്താനല്ല, പെട്ടെന്ന് ക്യാമറ എടുക്കാനാ കൈ നീളുക. അന്ന് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാ. പക്ഷേ ചുറ്റുപാട് നടന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. വേറെ ആർക്കും കിട്ടാത്ത സ്നാപ്സ് എടുക്കാൻ പറ്റിയതിലുള്ള ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു ഞാൻ. ഒരുതരം ക്രൂരമായ മനസാന്നിധ്യം. ഇപ്പൊ അത് ഓർമ്മിക്കുമ്പോ it still haunts me like a nightmare. ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേടി സ്വപ്നം. പക്ഷേ സംശയിക്കാൻ പാകത്തിൽ എന്തെങ്കിലും കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല. കമ്മീഷണറുടെ പെരുമാറ്റമാണ് എന്നെ കൺഫ്യൂസ് ചെയ്യുന്നത്. ഒരു കാരണവുമില്ലാതെ അയാൾ എന്നോട് പൊട്ടിത്തെറിച്ചു. ബേസിക്കലി അയാൾ GP-യുടെ ആളാണ്. പിന്നെ പലയിടത്തും പൊളിറ്റീഷ്യൻസും പോലീസും തമ്മിൽ ഒരുപാട് ഇടപാടുകളുണ്ട്. ഇവിടെയും എന്തോ ഒരു സംശയം തോന്നിയാ പിന്നെ കാണുന്നതിനെയൊക്കെ സംശയിക്കാന്ന് പറയാറില്ലേ, അതുപോലെ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ. നിങ്ങൾ പപ്പനെ കണ്ടിരുന്നോ? അറിയില്ലേ പപ്പനെ? ഒരു കാലത്ത് ഉണ്ണിയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നത്രേ. പിന്നെ പിന്നെ അവര് വലിയ ഫ്രണ്ട്സായി. ഒക്കെ എന്റെ തെറ്റാ. സമരം തുടരാൻ പറ്റില്ലെന്ന് അവൻ വാശി പിടിച്ചപ്പോഴും അവനെ നിർബന്ധിച്ചത് ഞാനാ. എന്നോട് പിണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാ സത്യത്തിൽ ഒടുവിൽ അവൻ സമ്മതിച്ചത്. ഉണ്ണിയും GP-യും തമ്മിൽ എന്തെങ്കിലും? ഏയ്, മറ്റാരേക്കാളും വാത്സല്യമായിരുന്നു GP-ക്ക് അവനോട്. അവര് തമ്മിൽ എന്തോ തർക്കമുണ്ടായതിനെ പറ്റി നിങ്ങളന്ന് സംസാരിച്ച് കേട്ടതുപോലെ ഒരു ഓർമ്മ. മതി മതി, ക്രോസ് വിസ്താരം വേണ്ട. പപ്പൻ അധികം സംസാരിച്ചൂടാ. അലീക്ക, ഇത് ഉണ്ണിയുടെ ഏട്ടനാ. ആരായാലും എന്താ, ആവശ്യമില്ലാത്ത വിസിറ്റേഴ്സ് പാടില്ല. പോകാൻ റെഡി ആയിക്കോളൂ. പപ്പനെ ഡിസ്ചാർജ് ചെയ്തു. നാളെ കൂടെ കഴിയട്ടെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. ഈ കണ്ടീഷനിൽ അവൻ ഡോക്ടറോട് ഞാൻ സംസാരിച്ചു. അതെ, ഹോസ്റ്റലിലേക്കൊന്നുമല്ല, GP-യുടെ വീട്ടിലേക്കാ പോകുന്നത്. വേറെ എവിടെയായാലും ശല്യങ്ങളാ. അനാവശ്യ ചോദ്യങ്ങളുമായി കുറെ പത്രക്കാരും പിന്നെ ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ കുറെ CID-മാര്. അലീക്ക, എന്താടാ, ചാകേണ്ടവനൊക്കെ ചത്തു, ഇനി ജീവിച്ചിരിക്കുന്നവർക്കെങ്കിലും സ്വയം തന്നു. ഏയ്, ഇവിടെ വെച്ചത് വേണ്ട. നിന്നോടൊക്കെ ഞാൻ അന്നേ പറഞ്ഞതാ, ഉണ്ണിയെക്കുറിച്ച് ഇനി ആവശ്യമില്ലാത്ത ചർച്ചകളൊന്നും വേണ്ടെന്ന്. ഉണ്ണിയുടെ ഏട്ടനായതുകൊണ്ടാ. നിനക്കറിയാമോ പോലീസ് കമ്മീഷണറോട് ഇന്ന് ഉച്ചയ്ക്ക് അവൻ എന്താ പറഞ്ഞതെന്ന്? അവന്റെ അനിയനോട് പകയുള്ള ഒരാളെ ഭൂമിയിലുള്ളൂ, അത് നീയാണെന്ന്. തക്കം കിട്ടിയപ്പോ നീ ഉണ്ണിയോടുള്ള വൈരാഗ്യം തീർത്തുന്ന അവന്റെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തം. വിശ്വാസം വരുന്നില്ല അല്ലേ? വേണ്ട, വിശ്വസിക്കണ്ട. പക്ഷെ നല്ലൊരു വക്കീലും കുറച്ച് സാക്ഷികളുമുണ്ടെങ്കിൽ ഏത് കോടതിയിലും ഇത് ബോധ്യപ്പെടുത്താം. ഏത് പത്രക്കാരനും ഇത് എഴുതി കുഴിപ്പിക്കാം. സൂക്ഷിച്ചോ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അവളൊരു അറിയപ്പെടുന്ന ജേർണലിസ്റ്റ് ആയിപ്പോയി. കാണാം.
വന്നിട്ടുണ്ടല്ലോ അല്ലേ? അറിയാം. ഹലോ, നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇടയ്ക്ക് വീട്ടിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചു. ഒരു മിനിറ്റ്. അവിടുത്തെ വിഷമത്തിനിടയ്ക്ക് ഞങ്ങൾ വന്ന പിന്നെ വെറുതെ ഉണ്ണി ആലോചിച്ച്. അതെ, ഇനിയിപ്പോ വെറുതെ ഉണ്ണിയെ ഓർക്കുന്നതിൽ അർത്ഥമില്ലെന്നറിയാം. പക്ഷെ ഞങ്ങൾക്ക് അവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നുമില്ലല്ലോ ഓർക്കാൻ. അതല്ല, സമരം തീർന്നപ്പോ കവർ ചെയ്യാൻ ഒരുപാട് പോർഷൻസ്, ഡെയിലി എക്സ്ട്രാ അവേഴ്സും, പിന്നെ ഫസ്റ്റ് ഇയേഴ്സിന്റെ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തു. അതുമല്ല, ഉണ്ണിയുടെ ഏട്ടൻ തിരികെ ബോംബെക്ക് പോയിക്കാണെന്ന് ഞങ്ങൾ വിചാരിച്ചു. അതെ. അല്ല, ഹരി ഇന്നലെ മിനിഞ്ഞാന്നുമായി ജിമ്മിയുടെ വീട്ടിൽ പലതവണ ഫോൺ ചെയ്തിരുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒരു കാര്യം അറിയാനാണ് ഞാൻ വന്നത്. മരിക്കുന്നതിന്റെ തലേന്ന് ഉണ്ണിയും ജിപിയുമായി എന്തോ തർക്കം ഉണ്ടായെന്ന് കേട്ടു. അത് വലിയ വലിയ കാര്യങ്ങളൊക്കെ ലീഡേഴ്സ് തമ്മിൽ ചർച്ച ചെയ്തിട്ടുള്ളൂ. അതൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. സോറി, അടുത്ത ആഴ്ച ടൂർണമെന്റ് ഉണ്ട്. പ്രാക്ടീസ് മുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇഫ് യു ഡോണ്ട് മൈൻഡ്. ജിമ്മി, ഈ കുട്ടികൾക്ക് എന്ത് പറ്റിയാവോ? They were really smart guys, you know? അതെ, അവർക്കെന്തോ പേടിയുള്ളതുപോലെ. വല്ലാത്ത പന്നത്തരായിപ്പോ നിങ്ങൾ കാണിച്ചത്. ഉണ്ണിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആണല്ലോ എന്ന് വിചാരിച്ച ഹരിയായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നത്. എന്നിട്ട് നിങ്ങൾ ഒരുമാതിരി കുപ്പിയേക്ക് അങ്ങനെയൊക്കെ പറയാം. തനിക്കറിയോ, അങ്ങേരുമായി മീണ്ടിപ്പോയ ചവിട്ടി നട്ടല്ലൊടിക്കുന്ന ജിപിയുടെ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. അതിന് തനിക്ക് നട്ടലുണ്ടായിട്ട് വേണ്ടേ? എന്താ പ്രശ്നം? നിങ്ങൾ നാളെ ഉണ്ണിയുടെ ഏട്ടനെ പോയി കണ്ടിട്ട് ഒരു അപ്പോളജി എങ്കിലും പറയണം. അല്ലെങ്കിൽ അത് ഉണ്ണിയോട് കാണിക്കുന്ന നെറിയേടാവും. അത് കറക്റ്റാ. നിങ്ങൾ എന്തൊക്കെ ഇളക്കിയാലും ശരി, അയാളെ കാണാനും മാപ്പ് പറയാനൊന്നും ഞാനില്ല. എന്നിട്ട് വേണം അവന്മാരെ എടുത്തിട്ട് പെരുമാറാൻ. എന്റെ അമ്മയുടെ അവന്മാര് അവിടെ നിൽക്കണോ? എന്താടാ, ഞങ്ങളെ കണ്ടിട്ട് തിരിച്ചറിയുന്നില്ല അല്ലേ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങൾക്ക് വേണ്ടതോ? വന്നേ പറയാ. അവൻ എന്തിനാടാ നിങ്ങളെ കാണാൻ വന്നത്? അവൻ എന്താ അറിയേണ്ടത്? ഉണ്ണിയെ കുറിച്ച് കൈയെടുക്കരിക്ക പറയടാ. ഉണ്ണിയും ജീറ്റും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. പ്രശ്നമൊന്നുമില്ലായിരുന്നു പറയാറുണ്ട്. ആളുകളില്ലാത്ത പലതും നിനക്കുണ്ടല്ലേ? അലിക്ക, വിടാനാ പറഞ്ഞത്. മറക്കണ്ട, നീ ചെവിയിൽ വിളിക്കാൻ നിന്നോട് കൂടിയാ. നീ എന്തൊക്കെ സംഭവിക്കൂ. ഹരിയേട്ടാ, താങ്ക് യു. മൂന്നുണ്ടല്ലേ? വാ. സർപ്രൈസ് അല്ലേ? എല്ലാരും കൂടെ ഒരുമിച്ച് ഇങ്ങനെ വരും, ഇരിക്കാം. വാ. ഞങ്ങളിങ്ങനെ ഇന്നലെ നമ്മൾ തമ്മിൽ കണ്ടപ്പോ ബബ പോയിക്കണം, ഞാൻ പറയാം. ഹരിയേട്ടാ, ഇന്നലെ രാത്രി ഒരു വിശേഷം ഉണ്ടായി. ജിമിക്ക് സാബുവിനും പുതിയതായി ഒരു നട്ടിൽ കിളർത്തിരിക്കുന്നു. നമ്പീശന്റെ കാര്യം പറയാറൊന്നും ആയിട്ടില്ല. നട്ടിലിന്റെ സ്ഥാനത്ത് ചെറിയൊരു പൊടിപ്പുണ്ട് അല്ലേ? പെട്ടെന്ന് കിളർക്കുമെന്നൊന്നും തോന്നുന്നില്ല. ശരിക്കും വളമിടേണ്ടി വരും. ഇന്നലെ ഹരിയേട്ടൻ വന്നപ്പോ ഞങ്ങൾ വളരെ ബോറായിട്ടാ പെരുമാറിയത്. സോറി, ജിപിയുടെ ആൾക്കാരെ പേടിച്ചിട്ട് ഞങ്ങള്. അറിയാം, സാരമില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഹരിയേട്ടന് ബുദ്ധിമുട്ടില്ലെങ്കിൽ കുറച്ച് സംസാരിക്കാനുണ്ട്. ഓ യെസ്, ഞാനിപ്പോ റെഡിയാവാം. ഉം